അസ്സലാമു അലൈക്കും. മാജീസ് കിച്ചണിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നാരങ്ങയും ക്യാരറ്റും ബീട്രൂട്ടും കൊണ്ടൊരു അച്ചാറാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 200 ഗ്രാം നാരങ്ങ, 100 ഗ്രാം ക്യാരറ്റ്, 150 ഗ്രാം ബീട്രൂട്ട്, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 3 പച്ചമുളക്, 1 പീസ് ഇഞ്ചി നുറുക്കിയത്, ഒരു 20 അല്ലി വെളുത്തുള്ളി നുറുക്കിയത്. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി 5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. കടുകിട്ട് പൊട്ടിച്ചതാണ്. ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കുറച്ച് വഴറ്റിയിട്ട് ബാക്കി സാധനങ്ങളിടാം. കടുകിട്ട് പൊട്ടിച്ച മീഡിയം മിക്സായി പോയേട്ടാ. ഞാൻ അടുത്തതാ നല്ലെണ്ണയാണ് ഒഴിച്ചത്. ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട്. ബീട്രൂട്ട് ഒന്ന് കുറച്ച് വേവാനുണ്ട്. രണ്ടാമത് ക്യാരറ്റ് ഇടാം. ഒന്ന് കുറച്ചൊന്ന് വാടിയിട്ട് ക്യാരറ്റ് ഇടാം. ബീട്രൂട്ട് കുറച്ച് വാടിയിട്ടുണ്ട്, അപ്പോൾ ക്യാരറ്റ് ഇടണം. ക്യാരറ്റ് ഇട്ട് കുറച്ച് വാടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഇച്ചിരി വേവാനുള്ളതാണ്. ഈ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ എണ്ണയിൽ കിടന്ന് കുറച്ച് വാടിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. വാടിയതിന് ശേഷം നാരങ്ങ ഇടാം. ഇത് അടപ്പ് തുറന്ന് കുറച്ച് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നാരങ്ങ ഇടയാണ്. നാരങ്ങയെ ഞാൻ 5 ദിവസം മുമ്പ് ഇതിന് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. ഉപ്പും വിനാഗറും ഒഴിച്ച് അരിഞ്ഞ് വെച്ചിരുന്നതാണ്. ഇത് കുറച്ചുകൂടെ മൊരിഞ്ഞിതായിട്ട് മുളപ്പൊടിയൊക്കെ ഇടാം. കുറച്ച് ഉപ്പ് ഇടണേ. കുറച്ച് ഉപ്പിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടതാ കുറച്ചും കൂടെ മൊരിഞ്ഞിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് അടച്ച് വയ്ക്കും. കരിവേപ്പില ഇടാൻ വിട്ടുപോയേ. കുറച്ച് കരിവേപ്പില കൂടെ ഇടണം. മുളക് പൊടി ഇടണേ. മുളക് പൊടി ഉലുവാപ്പൊടി ഇടണം. ഒരു 2 ടീസ്പൂണ് കുറച്ച് വിനാഗിരി ഒഴിക്കണം. കുറച്ച് വിനാഗിരി ഒഴിച്ച് ഇച്ചിരി ചൂട് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കും. 1 കപ്പ് വെള്ളം. മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി കുറച്ച് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടേ. കായപ്പൊടി ഇടണേ. ഒരു 1 സ്പൂണ് കായപ്പൊടി.
1 സ്പൂണ് കായപ്പൊടി ഇട്ട് ഇത് വാങ്ങാറായി കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള എരിയും ഉപ്പും ഇട്ടോളേ. ശരിയായിട്ടുണ്ട്. 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് എടുക്കാമെങ്കിൽ ഇതെല്ലാം ഉപ്പും എരിവും ഒക്കെ പിടിച്ച് സെറ്റ് ആവുള്ളൂ കേട്ടോ. ശരിയായിട്ടുണ്ട്. ഇറക്കാൻ പോണേ. ഇതാ സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതിട്ടിങ്ങനെ വെച്ച് കഴിച്ചു നോക്കണേ. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.